ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉച്ച തൊട്ട് രാത്രി വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നു. മീൻകറി, മോരുകറി, വാഴക്കൂമ്പ് ഉപ്പേരി, മുതിര ഉപ്പേരി അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ വീടിൻ്റെ അടുത്ത് കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും ഏട്ടനും തോണിയിൽ അക്കരെ ഒന്ന് പോകാൻ വിചാരിച്ചു. അക്കരെ പൂത്തുകളെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ ഇക്കരെ നീന്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും പോയി. ഞാൻ ആദ്യമായിട്ടാണ് തോണിയിൽ കയറുന്നത്. അതിൻ്റെ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അക്കരെ എത്തി. അക്കരെ പൂത്തുകളുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഞങ്ങൾ കുറേ അങ്ങോട്ട് നടന്നു. കുറേ സമയം തിരഞ്ഞ് നടന്നിട്ടാണ് പിന്നെ പൂത്തുകളെ കണ്ടത്. പൂത്തുകൾ കുറേ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ ഒരു ഭാഗത്തേക്ക് ആക്കിയുണ്ട് ഞാൻ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നത്. പുഴേൻ്റെ അക്കരെ ഭാഗത്തും ഇക്കരെ ഭാഗത്തൊക്കെ മീൻ പിടിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവലുണ്ട്. നന്നായിട്ട് മീനൊക്കെ കിട്ടലുണ്ട്. വലിയ വലിയ മീനുകളൊക്കെ കിട്ടലുണ്ട്. ഞങ്ങളൊക്കെ കുളിക്കുന്ന സ്ഥലം കുറച്ച് അപ്പുറത്താണ്. ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരാണ് അധികം ഉണ്ടാവൽ. കുളിക്കുന്ന ആൾക്കാരൊക്കെ അപ്പുറത്താണ് കുളിക്കൽ. അങ്ങനെ വൈകുന്നേരം സമയമായി. കുറച്ചൊക്കെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ പോത്തുകളെ ഇക്കരയ്ക്ക് നീന്തിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. മക്കളൊക്കെ കാത്ത് നിൽക്കുകയാണ് മമ്പാട് ഫെസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ചു. പോത്തുകളൊക്കെ കെട്ടിയിട്ട് കഴിഞ്ഞ് അപ്പോഴേക്കും മക്കളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്പാടെത്തി. അമ്മയും അച്ഛനും കുട്ടികളൊക്കെ ഓട്ടോയിലാണ് പോകുന്നത്. ബാലു ഞങ്ങളൊപ്പം പോന്നു. ഞങ്ങൾ മമ്പാടെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവരെത്തിയത്. അച്ഛൻ പോന്നിട്ടില്ലായിരുന്നു. അച്ഛൻ ആ പാടുകളൊക്കെ കൊണ്ടെത്തിയിട്ടുള്ളായിരുന്നു. പിന്നെ അച്ഛൻ ചായയൊക്കെ കുടിച്ച് അവിടെ തന്നെ നിന്ന് നിങ്ങൾ പോയിക്കോളി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ്. അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഓടിച്ചാടി നടക്കാൻ നല്ല സുഖമായിരുന്നു. ആദ്യം ഞങ്ങൾ മമ്പാട് ഫെസ്റ്റിവലിന് പോരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇതുപോലൊരു ഫെസ്റ്റിവൽ നിലമ്പൂർ വരാനുണ്ട് അടുത്ത മാസം. അപ്പോൾ അതിന് പോകാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ മക്കളെ അച്ഛൻ എല്ലാവരും പോയി അച്ഛൻ നമുക്ക് പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും കൂട്ടി പോകുന്നതാണ്. ഇതാണ് നമ്മളെ മക്കൾ. ദല്ലു, മറ്റേത് ബാലു, പിന്നെ മുന്നിൽ കാർ ഓട്ടി വരുന്നത് ലച്ചുമോളാണ്. മറ്റേത് കുഞ്ഞിക്കിളി, പൈങ്കിളി. കുഞ്ഞിക്കിളീൻ്റെയും പൈങ്കിളീൻ്റെയും അച്ഛൻ ഇവിടെ ഇല്ല, വിദേശത്താണ്. അങ്ങനെ കുറേ സമയം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ സമയം നിന്നു. പിന്നെ മക്കൾക്ക് ഓരോന്നിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ഓരോന്നിൽ കയറ്റി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. വീട്ടിൽ തന്നെ ഞങ്ങൾ രാത്രിയൊക്കെയുള്ള ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും ഒന്നിച്ച് പോരല്ലേ നമുക്ക് എന്നാൽ ഫുഡൊക്കെ കഴിച്ച് പോരാ പറഞ്ഞിട്ടായിരുന്നു ഏട്ടൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. മക്കളൊക്കെ നല്ല വെയിറ്റിങ്ങിലാണ് ഫുഡിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ തല്ല് കൂടുന്നുണ്ട്, ഉമ്മ വെക്കുന്നുണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. മക്കൾ പിന്നെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ലച്ചുമോളാണോ അല്ലെ ചേച്ചി. അപ്പോൾ എന്താ അവർക്ക് എന്ത് കൊടുത്താലും അവരപ്പോൾ ചോദിക്കും, ചേച്ചിക്കോ ചോദിക്കും. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഇതാ ഫുഡ് എത്തി. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. മക്കൾ അതിൻ്റെ ഇടയിൽ തല്ല് കൂടുന്നുണ്ട്, കരയുന്നുണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അച്ഛന് പിന്നെ ഞങ്ങൾ കുബൂസും അൽഫാമും വാങ്ങിപ്പോയി. രാവിലെ വെച്ച ചോറുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞിക്ക് വേറൊന്നും വാങ്ങണ്ടയ്ക്ക് അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. കുറേ സമയം അതിലേയും കുറേ സമയം നിന്നു. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അല്ലുവിനൊക്കെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയാണ്. അല്ലുവിന് അപൂർവമാണ് ഫോട്ടോ എടുക്കാൻ കിട്ടൽ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്മേനെ ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.